ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കടലയും ചിക്കനും കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പലഹാരം ഉണ്ടാക്കാനായിട്ട് മിക്സിൻ്റെ ജാർക്ക് അരക്കപ്പ് കടല 6 മണിക്കൂറിന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതിന് ശേഷം കഴുകി ഉപ്പിട്ടാണ്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിക്കനാണ്. അത് കടല വേവിച്ച പോലെ തന്നെ ഉപ്പിട്ടാണ്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലില്ലാത്ത ചിക്കനായിട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചിക്കൻ്റെ അളവിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിനേക്കാൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു മുളകും കൂടെ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതും ഒരല്ലി വെളുത്തുള്ളിയും കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതുമാണ്. പിന്നെ മസാലപ്പൊടിയായിട്ട് 1/2 സ്പൂൺ ചിക്കൻ മസാല മാത്രമേ ചേർക്കണുള്ളൂ. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. മുഴുവനായിട്ടും പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. പലഹാരം മൊരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ അരിപ്പൊടി ചേർത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് മൈദപ്പൊടി ചേർക്കാം. ഈ സമയത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. കടല വേവിച്ചപ്പോഴും ചിക്കൻ വേവിച്ചപ്പോഴൊക്കെ ഉപ്പ് ചേർത്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കാതെ നിന്നത്. ഇനി കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കണം. ആ ഒരു പാകത്തിലാവുന്നവരെ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിച്ചെടുത്ത് ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇതിന് കുറേശ്ശെ എടുത്തിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് കൈവിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലായി കിട്ടും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നല്ലൊരു കളറാകുന്നവരെ പൊരിച്ചെടുക്കണം. പലഹാരം നല്ല ഗോൾഡൻ നിറായി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ കടലയും ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.